അസിസ്റ്റന്റ് വരും. മമ്മൂട്ടി പറയത്തൊന്നും ഞാൻ ചെയ്യൂ. ബിരിയാണി ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ ഇതിന്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്തം. ഹലോ ഹായ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. മടിയുള്ള ദിവസം ഉണ്ടാക്കാൻ പറ്റിയ ഒരു മടിയൻ ബിരിയാണി. പ്ലാൻ പിന്നെ മടിയായി. കുക്കറെടുത്ത് ഇറച്ചി നല്ലോണം കഴുകി മസാലയൊക്കെ ഇട്ട് നല്ലോണം തിരുമി ഒരു 7-8 വിസിലടിച്ചപ്പോൾ തുറന്നു. അരിയിട്ട് തുറന്ന് വെച്ച് ഒരു 8-9 മിനിറ്റ് വേവിച്ചപ്പോൾ മടിയൻ ബിരിയാണി. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. മടിയൻ ബിരിയാണിക്ക് ആദ്യം വേണ്ടുന്ന ഇൻഗ്രീഡിയൻറ്റ് ഒരു അസിസ്റ്റന്റിനാണ്. കാര്യം എല്ലാം ചെയ്യാൻ മടിയാണല്ലോ. അസിസ്റ്റന്റ് വരും, അടുത്തേക്ക് വരും. ഓക്കെ, ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. കുറച്ച് സവോള, തക്കാളി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ഇഞ്ചി ചോപ്പ് ചെയ്തത്, പിന്നെ ആവശ്യത്തിന് ചിക്കൻ, പിന്നെ കുറച്ച് ബസ്മതി റൈസ്, പിന്നെ ബേസിക് മസാലപ്പൊടികൾ. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. അതിന് ആദ്യം പ്രഷർ കുക്കർ വയ്ക്കുന്നു. ഇതിൽ ഉപ്പും മഞ്ഞളും മാത്രം നമ്മൾ ആദ്യമേ ആഡ് ചെയ്തു. എങ്ങാനും എല്ലാം ഫ്ലോപ്പ് ആണെങ്കിൽ തീരെ ഇല്ലാണ്ടാവുള്ളൂ. പിന്നെ ഇങ്ങനെ ബിരിയാണി ആക്കുമ്പോഴുള്ള മെയിൻ ബെനിഫിറ്റ് ഓയിലോ ഗീയോ ഒന്നും ആഡ് ചെയ്യാണ്ട് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാം. പ്ലസ് ഇതൊക്കെ വഴറ്റാനുള്ള ടൈമും നമുക്ക് സേവ് ചെയ്യാം. സോ ഞാൻ ആകെ ഇവിടെ ചെയ്തത് ആദ്യം ചിക്കൻ ഇട്ടു, പിന്നെ അതിൻ്റെ മേലെ കട്ട് ചെയ്ത വെജിറ്റബിൾസ് ഒക്കെ ഇട്ടു, പിന്നെ പൊടികൾ മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇതൊക്കെ ഇട്ട് നന്നായി ഒന്ന് തിരുമ്മി ഗ്യാസ് ഓൺ ആക്കി. പിന്നെ വെള്ളം ആഡ് ചെയ്തിട്ടില്ല. മടിയൻ ബിരിയാണി ഉണ്ടാക്കി ഇങ്ങനെ കളീസൊക്കെ പറയുന്നു. ഈ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വൃത്തിയായി തുറപ്പ് എല്ലാം കവറിൽ എടുത്തൊക്കെ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യും. ടേസ്റ്റ് ഉണ്ടോ? സാധാരണ ഞങ്ങള് ദം ബിരിയാണി തന്നെ ഉണ്ടാക്കാറ്. അതാകുമ്പോ നല്ല ഓരോ സ്റ്റേജിലും മണവും എല്ലാം വന്ന് നല്ല ഫ്ലേവേർഡ് ആയിട്ട്. ഇതിപ്പോ ഒരു പരീക്ഷണമാണ്. പറഞ്ഞ പോലെ ട്രൈ ചെയ്തിട്ട് ഓക്കെ ആവുകയാണെങ്കിൽ പിന്നെ ഇനി സ്ഥിരാക്കാം എന്ന് വെള്ളം ഇറങ്ങുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. മമ്മൂട്ടി പറയത്തൊന്നും ഞാൻ ചെയ്യൂല. വെള്ളത്തിനെ പറ്റി പറഞ്ഞിട്ടില്ല. ഈ ബിരിയാണി ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ ഇതിന്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്തം മമ്മൂട്ടി ഫാൻസ് ഈ വീഡിയോയുടെ താഴെ വന്ന് കമന്റ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. 3 വിസിലടിച്ചു. തുറന്നു നോക്കാം. കഴിഞ്ഞപ്പോഴേക്കും ചിക്കൻ വെന്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ കഴുകി വെച്ച ബസ്മതി റൈസ് ആഡ് ചെയ്തു. അതിനുശേഷം ചിക്കനും റൈസും നന്നായി മിക്സ് ചെയ്തു. കുറച്ച് സമയം തുറന്നിട്ട് വേവിച്ചു. പിന്നെ ഒരു കറക്റ്റായി വരട്ടെ എന്ന് ഓർത്ത് ഞങ്ങൾ അടച്ചിട്ട് തന്നെ ഒരു 5 മിനിറ്റ്സ് വേവിച്ചു. 5 മിനിറ്റ്സ്. കാണാൻ നല്ല ലുക്ക്. അപ്പൊ നമ്മളെ മടിയൻ ബിരിയാണി റെഡിയായി. എങ്ങനെയുണ്ട്? നമ്മൾ യൂഷ്വലി കൈമ റൈസ് നല്ലതല്ലേ? എല്ലാരും ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. എന്തായാലും ഒരു ഇൻസ്റ്റന്റ് ബിരിയാണി ആണല്ലോ, ഒരുപാട് സമയം എടുക്കുന്നില്ല. എല്ലാം കൂടി ഒന്ന് കുക്കറിലിടുന്നു, ഒരു 2-3 വിസിലിന്റെ കാര്യം. എല്ലാവർക്കും കഴിക്കാൻ പറ്റും, ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.